വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിന്റെ നഷ്ടപ്പെട്ടു പോയ പേജുകൾ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വീണ്ടെടുത്ത് ഗവേഷകർ. ഗ്ലാസ്കോ സർവകലാശാലയിലെ പ്രൊഫസർ ഗാരിക് വി അലൻ നയിച്ച അന്താരാഷ്ട്ര ഗവേഷക സംഘമാണ് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയ പേജുകളിലെ അക്ഷരങ്ങൾ വീണ്ടെടുത്തത്. കോഡെക്സ് എച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കൈയെഴുത്തുപ്രതി വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളുടെ ഒരു പ്രാചീന പകർപ്പാണ്. 13-ാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ എത്തോസ് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ലാവറ സന്യാസ ആശ്രമത്തിൽ വെച്ചാണ് ഇതിന്റെ 42 പേജുകളോളം നഷ്ടമായത്. ഈ കൈയെഴുത്തുപ്രതിയിൽ മിറർ എഫക്ട് എന്ന പ്രതിഭാസം തിരിച്ചറിഞ്ഞതോടെയാണ് നഷ്ടപ്പെട്ട പേജുകളുടെ ഭാഗം വീണ്ടെടുക്കുവാനുള്ള സാധ്യത ഗവേഷണ സംഘത്തിന് ലഭിച്ചത്. പഴയ എഴുത്തിന് മുകളിൽ പിന്നീട് ചേർത്ത മഷി എതിർ പേജുകളിൽ അടയാളങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ സൂക്ഷ്മമായ അടയാളങ്ങൾ ആധുനിക സാങ്കേതികവിദ്യയായ മൾട്ടി സ്പെക്ട്രൽ ഇമേജിംഗ് ഉപയോഗിച്ച് വിശകലനം ചെയ്തതിലൂടെയാണ് ഇന്ന് ഭൗതികമായി ഇല്ലാത്ത പേജുകളിലെ പോലും അക്ഷരങ്ങൾ വേർതിരിച്ചെടുക്കുവാൻ സാധിച്ചത്. പുനരുദ്ധരിച്ച ഭാഗങ്ങൾ നേരത്തെ ലഭ്യമായ പൗലോസിന്റെ ലേഖനങ്ങളായിരുന്നുവെങ്കിലും പൗലോസിന്റെ ലേഖനങ്ങളുടെ ഏറ്റവും പഴയതായി കണക്കാക്കപ്പെടുന്ന അധ്യായ പട്ടികകൾ കോഡെക്സ് എച്ചിന്റേതാണെന്ന് കരുതപ്പെടുന്നു. ഇത് ഇന്നത്തെ അധ്യായ വിഭജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ 6-ാം നൂറ്റാണ്ടിലെ എഴുത്തുകാർ എങ്ങനെ തിരുത്തലുകളും കുറിപ്പുകളും ചേർത്തിരുന്നു എന്നതിനെക്കുറിച്ചും ഈ കണ്ടെത്തൽ വെളിച്ചം വീശുന്നു. പാരീസിൽ നടത്തിയ റേഡിയോ കാർബൺ പരിശോധനകളിലൂടെ ഈ കൈയെഴുത്തുപ്രതി 6-ാം നൂറ്റാണ്ടിൽ നിന്നുള്ളതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ലാവ്ര സന്യാസ ആശ്രമത്തോടൊപ്പം ടെമ്പിൾട്ടൺ റിലീജിയൻ ട്രസ്റ്റും ഹ്യൂമാനിറ്റീസ് റിസർച്ച് കൗൺസിൽ ഓഫ് UK-യും ചേർന്നാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഖേന ന്യൂസ്.